ഹായ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നോർക്ക റൂട്ട് സെല്ലിൽ എങ്ങനെ നമ്മളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു അറ്റസ്റ്റേഷനാണ് നോർക്ക റൂട്ട്സിൻ്റെ HRD അറ്റസ്റ്റേഷൻ. കൂടാതെ UAE, സൗദി, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള എംബസി അറ്റസ്റ്റേഷനും അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷനും നോർക്ക റൂട്ട്സ് വഴി തന്നെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷനുള്ള സർട്ടിഫിക്കറ്റുകളോടൊപ്പം 50 രൂപയുടെ പോസ്റ്റൽ ഓർഡറും ഹാജരാക്കേണ്ടതാണ്. വിദേശ എംബസികളുടെ അറ്റസ്റ്റേഷന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് HRD അറ്റസ്റ്റേഷൻ പൂർത്തീകരിക്കേണ്ടതാണ്. HRD അറ്റസ്റ്റേഷൻ തന്നെയാണ് നോർക്ക അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് www.norcaroots.net/certificate attestation എന്നതാണ് പേജ്. ഇവിടെ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പേജ് ഇതാണ്. ഈ പേജിലാണ് നമ്മൾക്ക് അപേക്ഷയിലേക്ക് പോകാനുള്ള ലിങ്ക് ഉള്ളത്. അറ്റസ്റ്റേഷന് വേണ്ടി പോകുന്ന സമയത്ത് 2 ഫോട്ടോ, പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ, ഫസ്റ്റും ലാസ്റ്റും പേജിൻ്റെ കോപ്പി, SSLC ബുക്കിൻ്റെ ഒറിജിനൽ, അതിൻ്റെ കോപ്പികൾ മുതലായവ കരുതേണ്ടതാണ്. ആപ്ലിക്കൻറ്റിന് നേരിട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ആപ്ലിക്കൻസ് പേരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ആപ്ലിക്കൻസ് സ്പൗസ്, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ എന്നിവർ ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ്. നോർക്ക അറ്റസ്റ്റേഷന് ഒരു സർട്ടിഫിക്കറ്റിന് 600 രൂപയും അതിനുശേഷമുള്ള ഓരോ സർട്ടിഫിക്കറ്റിനും 75 രൂപയും 14% സർവീസ് ചാർജും, എംബസി അറ്റസ്റ്റേഷന് UAEക്ക് 3750, സൗദി 500 രൂപ, കുവൈറ്റ് 1250. ഒരു സർട്ടിഫിക്കറ്റ് ഒരേ സമയം ഒന്നിലധികം എംബസി അറ്റസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉള്ളതിന് 250 വെച്ച് രൂപ അടയ്ക്കേണ്ടതാണ്. കേരളത്തിൽ നോർക്ക റൂട്ട്സിൻ്റെ ഓഫീസ് ഉള്ളത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോടുമാണ്. എന്നാലും ദൂരെ നിന്ന് വരുന്നവർക്കുള്ള സൗകര്യത്തിന് നോർക്ക റൂട്ട്സ് തന്നെ ഔട്ട് സ്റ്റേഷൻ അറ്റസ്റ്റേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ആ സമയത്ത് ഔട്ട് സ്റ്റേഷനിൽ നമുക്ക് ഓൺലൈനായിട്ട് ഡേറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷനോ എംബസി അറ്റസ്റ്റേഷനോ HRD അറ്റസ്റ്റേഷനും ചെയ്യാൻ സാധിക്കുന്നതാണ്. HRD അറ്റസ്റ്റേഷൻ അവിടെ വെച്ച് തന്നെ ചെയ്തിട്ട് എംബസി അറ്റസ്റ്റേഷന് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടേണ്ടതാണ്. നമുക്ക് ഇതിനകത്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാം. രജിസ്ട്രേഷൻ കഴിഞ്ഞ് എഡിറ്റും പ്രിൻറ്റും എടുക്കാനുള്ള ഓപ്ഷൻ അവിടെ തന്നെയുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പം അതിനകത്ത് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, അതർ സർട്ടിഫിക്കറ്റ് ഓപ്ഷനുണ്ട്. നമ്മളിപ്പം എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിലേക്ക് കടക്കുകയാണ്. പേജ് തുടങ്ങുമ്പോൾ തന്നെ നോർക്ക റൂട്ട്സിൻ്റെ ഒരു അറിയിപ്പുള്ള അപേക്ഷ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ എംബസി അറ്റസ്റ്റേഷനോ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമുള്ളത്. നമ്മളകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കാൻ ചെയ്ത് വെച്ചിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രിൻ്റ് ഔട്ടിൽ തെളിഞ്ഞിട്ടില്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടിൽ മസ്റ്റായിട്ടും നമ്മളൊരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഒട്ടിക്കേണ്ടതാണ്. ഇതിനകത്ത് കറക്റ്റായ വിവരങ്ങൾ മാത്രമേ നൽകാവൂ. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ശിക്ഷാർഹമാണെന്ന് ഒന്നാമത്തെ റൂളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്ററിലോ മലയാളത്തിലോ അപേക്ഷ പൂരിപ്പിക്കാവുന്നതാണ്. മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സർവീസ് ചാർജ് 600 രൂപയാണ് നോർക്കയുടേത്. നമ്മൾ നോർക്ക HRD രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിനകത്ത് എംബസി അറ്റസ്റ്റേഷന് സമർപ്പിച്ചില്ലെങ്കിൽ 600 രൂപ നൽകി പുതുതായിട്ട് HRD പുതുക്കേണ്ടതാണ് എംബസി അറ്റസ്റ്റേഷന് മുമ്പ്. എംബസി അറ്റസ്റ്റേഷൻ്റെ ഫീസ് എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിദേശകാര്യ വകുപ്പിൻ്റെ അറ്റസ്റ്റേഷൻ സൗജന്യമായിട്ട് ചെയ്തു തരുന്നതാണെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നിൽ കൂടുതൽ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എംബസിക്ക് പൈസ അടച്ചതിന് ശേഷം ബാക്കി എംബസി അറ്റസ്റ്റേഷനുകൾക്ക് 250 രൂപ ചാർജ് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. കേരളത്തിന് പുറത്ത് പഠിച്ച ഒരു HRD അറ്റസ്റ്റേഷൻ ഏത് സ്റ്റേറ്റിലാണോ പഠിച്ചത് അവിടെ നിന്നാണ് HRD അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം എംബസി അറ്റസ്റ്റേഷൻ നോർക്ക റൂട്ട്സിൽ നിന്ന് നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. HRD അറ്റസ്റ്റേഷൻ വരുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ SSLC മുതൽ മുകളിലോട്ട് എത്ര സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനുണ്ടോ ആ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലും അതിൻ്റെ കോപ്പിയും ഹാജരാക്കേണ്ടതാണ്. അറ്റസ്റ്റേഷന് വരുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒറിജിനലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ഒരു ഡിഗ്രി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഡിഗ്രിയുടെ എല്ലാ സെമിസ്റ്റർ വൈസ് മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ ഒറിജിനൽ നമ്മുടെ കയ്യിൽ കാണണം. അതിൻ്റെ എല്ലാം കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. ഔട്ട് സ്റ്റേഷൻ അറ്റസ്റ്റേഷന് പത്തനംതിട്ടയാണെങ്കിൽ ഫസ്റ്റും 4th ഫ്രൈഡേയും കൊല്ലത്ത് 2nd ഫ്രൈഡേയുമാണ് ഉള്ളത്. ആ ദിവസം അവധി ദിവസമാണെങ്കിൽ ആ മാസം പിന്നെ ആ സ്റ്റേഷനിൽ അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് കിട്ടിയെന്ന് വെച്ച് ആ ഡേറ്റിൽ നമ്മൾ താമസിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. 12 മണിക്ക് ശേഷം ആപ്ലിക്കേഷൻ എടുക്കത്തില്ല. അതിന് മുമ്പ് ടോക്കൺ കിട്ടുന്നവർക്ക് മാത്രമേ അറ്റസ്റ്റ് ചെയ്ത് തരത്തുള്ളൂ. നമുക്ക് ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഓൺലൈൻ ഡേറ്റ് കിട്ടത്തുള്ളൂ. മാർക്ക് ലിസ്റ്റിൽ നോർക്ക അറ്റസ്റ്റ് ചെയ്യുന്നതല്ല,
ഫൈനൽ സർട്ടിഫിക്കറ്റിലാണ് നോർക്ക അറ്റസ്റ്റ് ചെയ്ത് നൽകുന്നത്. അതേപോലെ തന്നെ ഇപ്പം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ സർട്ടിഫിക്കറ്റിൽ നോർക്ക അറ്റസ്റ്റേഷൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ കാലാവധിയിലുള്ള വിസയുടെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും എടുത്ത് നാട്ടിലുള്ള ഏതെങ്കിലും റിലേറ്റീവ്സിന് കൊടുത്താൽ പേരൻസിനോ സഹോദരങ്ങൾക്കോ ഏത് വ്യക്തിയാണോ പോകുന്നത് അയാളുടെ ID പ്രൂഫിൻ്റെ ഒറിജിനലും സിറോക്സും അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു അപേക്ഷ കൊടുത്താൽ അതിനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അപേക്ഷ പൂരിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിതിനകത്ത് സർട്ടിഫിക്കറ്റ് ഉടമസ്ഥൻ്റെ പേര്, പിന്നെ നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം SLC ബുക്കിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, പാസ്പോർട്ട് നമ്പർ, മാതാവിൻ്റെ പേര് ഓർ പിതാവിൻ്റെ പേര്, നമ്മുടെ മേൽവിലാസം കൊടുക്കുക, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, ജില്ല, സംസ്ഥാനം, പിൻകോഡ്. നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം പെർമനൻ്റ് അഡ്രസ്സിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ആ ടിക്ക് ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ, ഫോൺ നമ്പർ, STD കോഡ് സഹിതം ഇമെയിൽ അഡ്രസ്സ്. അപേക്ഷ തിരുത്തുന്നതിനുള്ളൊരു പാസ്വേഡ് ഉണ്ട്, അത് നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കേണ്ടതാണ്. യൂസർ IDയും പാസ്വേഡും. നമുക്ക് വീണ്ടും അപേക്ഷ തിരുത്തുകയോ പ്രിൻ്റ് എടുക്കുകയോ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. നമ്മുടെ ജോലി കൊടുക്കുക. ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ പേര്, ഇപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്തിൻ്റെ പേര്, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത, പുതിയ വിസ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേര്. ഇത്രയും കൊടുത്ത ശേഷമാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനിലേക്ക് പോകുന്നത്. നമ്മൾ ഏത് സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ അറ്റസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം SSLC സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. സർട്ടിഫിക്കറ്റ്, ജയിച്ച വർഷം, ആകെ മാർക്ക്, രജിസ്റ്റർ നമ്പർ, സർവകലാശാല, ബോർഡ്. അടുത്തത് നമുക്ക് കൊടുക്കേണ്ടത് ഏത് അറ്റസ്റ്റേഷനാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ അറ്റസ്റ്റേഷൻ ചെയ്യണമെങ്കിലും ഇവിടെ തന്നെയാണ് അതിൻ്റെ ഓപ്ഷൻ ഉള്ളത്. നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഈ പ്ലസ് സൈനിൽ നമ്മളിപ്പോൾ HRD സെലക്ട് ചെയ്യുന്നു. ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സേവ് ആയിട്ട് നമുക്ക് അടുത്ത സർട്ടിഫിക്കറ്റ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ചോദിക്കും. ഇതിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് ആഡായി കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ നമ്മളെ കാണിക്കും. അതിന് ഫീസ് എത്ര ആയിട്ടുണ്ടെന്നുള്ളതും കാണിക്കും. അടുത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതേപോലെ തന്നെ അതായത് നമ്മൾ കൊടുത്തത് നമ്മളെ അവിടെ കാണിക്കുകയാണ്. അതിൻ്റെ ഫീസ് എത്രയാണ്, ആ ഡീറ്റെയിൽസ് അവിടെ കാണിച്ചു. നമുക്ക് അടുത്ത സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇപ്പോൾ ഒരു BSc സർട്ടിഫിക്കറ്റ് എടുക്കുക. നമ്മൾ അതിൻ്റെ ജയിച്ച വർഷം, ടോട്ടൽ മാർക്ക്, രജിസ്ട്രേഷൻ നമ്പർ, അതെല്ലാം എല്ലാ സർട്ടിഫിക്കറ്റിനും കൊടുക്കേണ്ടതാണ്. സർവകലാശാല, ബോർഡ്. നമ്മൾ അതിനുശേഷം അടുത്ത സർട്ടിഫിക്കറ്റ് നമ്മൾ HRD അറ്റസ്റ്റേഷന് തന്നെ സമർപ്പിക്കുകയാണ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നു. വീണ്ടും പ്ലസ് സൈൻ ആഡ് ചെയ്യുന്നു. ഇനി എംബസി അറ്റസ്റ്റേഷൻ നമുക്കപ്പോൾ താഴെ ടോട്ടൽ മാറിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ചേർത്ത് താഴെ പൈസ കൂടി വരുന്നുണ്ട്. 2 സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേ സർട്ടിഫിക്കറ്റ് നമുക്ക് എംബസി അറ്റസ്റ്റേഷന് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സർട്ടിഫിക്കറ്റ്, ജയിച്ച വർഷം, ടോട്ടൽ മാർക്ക്. നമ്മൾ ഈ കോളം അതേപോലെ തന്നെ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത ശേഷം നമ്മുടെ ഇവിടെ HRD എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ഏത് എംബസി, ഇപ്പോൾ UAE എംബസി കൊടുക്കുന്നു. അപ്പം SLC സർട്ടിഫിക്കറ്റ് UAE എംബസി എടുത്തു, അത് ആഡ് ചെയ്തു. ഇനി BSc സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ എംബസിയുടെ കൂടെ റേറ്റ് താഴെ കാണിച്ചു കഴിഞ്ഞു. ഒരു സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ ആഡ് ചെയ്ത് നോക്കാം. BSc സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ പഴയതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. രജിസ്റ്റർ നമ്പർ, ഒരു സർവകലാശാല സെലക്ട് ചെയ്യുന്നു. UAE എംബസി അറ്റസ്റ്റേഷൻ അതുകൂടെ ആഡ് ചെയ്യുന്നു. നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ മാറി. 2 എംബസിയുടെയും 2 HRD അറ്റസ്റ്റേഷൻ്റെയും ടോട്ടൽ അവിടെ കാണിച്ചു. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണുള്ളതെന്ന് കൊടുക്കാനുള്ളത്. താഴെ നമുക്ക് എംബസി അറ്റസ്റ്റേഷന് നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വിശദവിവരങ്ങൾ താഴെ വന്നു. 2 സർട്ടിഫിക്കറ്റ് നമ്മൾ എംബസി അറ്റസ്റ്റേഷനും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് ഓഫീസിലാണ് കൊടുക്കാൻ പറ്റുന്നത്, ഡയറക്റ്റ് നോർക്ക ഓഫീസിൽ പോകണോ ഔട്ട് സ്റ്റേഷനുകളിലാണോ, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഔട്ട് സ്റ്റേഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ കൊല്ലമോ പത്തനംതിട്ട പോലുള്ള ഔട്ട് സ്റ്റേഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഔട്ട് സ്റ്റേഷനിൽ ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു മാസം ഒരു ഡേറ്റൊക്കെ കൊല്ലത്തുള്ളൂ. ആ ഡേറ്റ് 13 അത് കഴിഞ്ഞാൽ ഇത് ഫില്ലായി കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്കുള്ള ഡേറ്റ് കാണിക്കും. ഇപ്പോൾ നമ്മൾ ജൂണിൽ പോയ ഡേറ്റ് ഇല്ല, ഇപ്പോൾ 13-ാം തീയതി മാത്രമേ എടുക്കാൻ സാധിക്കൂ. അതേസമയം നമുക്ക് ഇപ്പം തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ ഡയറക്റ്റ് അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം അവിടെ വർക്കിംഗ് ഡേ എത്ര ഉണ്ടോ അത്രയും ദിവസം നമുക്ക് അറ്റസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ജൂൺ എടുത്തു കഴിഞ്ഞാൽ ജൂണിൽ ഇത്രയും വർക്കിംഗ് ഡേയിലും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ആ ഡേറ്റ് എടുത്തിട്ട് അവർ ടൈം തരും. രാവിലെ തന്നെ സ്റ്റേഷനുകളിൽ എത്താൻ ശ്രമിക്കുക. ഇനി നമ്മൾ വിദേശത്തുള്ള ഒരാളാണ്, അത് മറ്റൊരാളാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഈ ടിക്ക് ഓൺ ചെയ്യുക. ആൾ ഡയറക്റ്റ് പോകാൻ ആൾ വിടില്ല, അയാൾക്ക് പകരം വേറൊരാൾ കൊടുക്കുന്നു. അപ്പം പോകുന്ന ആളുടെ പേര്, ഡീറ്റെയിൽസ്, ഒരു ID കാർഡ് കൊടുക്കണം. ID കാർഡിൻ്റെ നമ്പർ ഉൾപ്പെടെ കൊടുക്കണം. ഈ കൊടുക്കുന്ന ഒറിജിനൽ
ID-യുമായിട്ട് വേണം അറ്റസ്റ്റേഷന് പോകാൻ വേണ്ടിയിട്ട്. ഐ എഗ്രി കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കാണിക്കും. പ്രിൻ്റ് എടുത്ത് ആ പ്രിൻ്റ് സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഫോട്ടോസ്റ്റാറ്റും കൂടെ വെച്ചൊരു ഫയലാക്കി നമുക്ക് എല്ലാത്തിൻ്റെ ഒറിജിനലുമായിട്ട് ഡേറ്റിൽ നോർക്ക ഓഫീസിൽ ചെന്നാൽ മതി. പാസ്വേഡ് മറക്കാതെ ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും തിരുത്തലുകൾ പിന്നീട് വരുത്തണമെങ്കിലും പാസ്വേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്ര നേരം വാച്ച് ചെയ്തതിന് നന്ദി. നിങ്ങൾക്കും എന്തെങ്കിലും ഒരു നോളജ് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക j2bards@gmail.com. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.